നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ഹരീഷ്. CJP സമരം രാജ്യം മുഴുവൻ ചർച്ച ചെയ്തു അല്ലേ? ചർച്ച ചെയ്താണ്, നാം ഇത് കണ്ടതാണ്. ഒടുവിൽ ആ സമരം എങ്ങനെ പിൻവലിക്കപ്പെട്ടു? ഈ സമരം ഇനി എന്താകും? ഈ CJP എന്നൊരു പാർട്ടി ഉണ്ട് അല്ലെ? പാർട്ടിയല്ല, അതൊരു പ്രൊജക്റ്റായിരുന്നു, ഒരു കൂട്ടായ്മ. CJP എന്ന കൂട്ടായ്മ ഇനി എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? ഭാരതത്തിന് പുറത്ത് യൂറോപ്പിൽ, US, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഇവിടെയൊക്കെ എന്തായിരിക്കും CJPയുടെ ഒരു പുതിയ സ്റ്റാൻഡ്? CJP ഈ ഭാരതത്തിലുണ്ടാക്കിയ ഈ ഒരു ചലനം അത് മറ്റ് രാജ്യങ്ങളുമായി ചേർന്നവർ എങ്ങനെ അതിനെ മുതലെടുക്കും? ആലോചിച്ച് കൂട്ടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ശരിക്കും നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യം CJP ഒരു ചെറിയ മീനല്ല എന്നുള്ളതാണ്. വലിയൊരു വിശാലമായൊരു ഗൂഢാലോചന ശൃംഖലയുടെ ഭാഗമാണ് ഈ CJP. നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും, അതിൻ്റെ ഫണ്ടിങ്ങിന് എവിടെ നിന്ന് വന്നെന്ന് പറഞ്ഞാലും, CJP ആരൊക്കെ പിന്തുണയ്ക്കുന്നു ഭാരതത്തിൽ എന്ന് പറഞ്ഞാലും ഒന്നും ഒരു കാര്യവുമില്ല. കാരണം CJPയുടെ വേരുകൾ അന്താരാഷ്ട്ര തലത്തിൽ ഇങ്ങനെ പടർന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറു മീനല്ല CJP. നമ്മൾ വിചാരിക്കുന്ന പ്രത്യയശാസ്ത്രമല്ല CJPയുടേത്. നമ്മൾ കാണുന്ന അഭിജിത് ദിപ്കെ അല്ല CJPയുടെ തലവൻ. മറ്റ് പലരുണ്ട്. ഒന്നാം ലോക ശക്തിയെ മാറാൻ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതത്തെ 2047 എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിഷനെ കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്താൻ ചില ലോകശക്തികൾ ശ്രമിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഭാവിയിൽ ഒരു 2-3 വർഷം എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുക? CJP എങ്ങനെ ഭാരതത്തിൻ്റെ ചങ്കിടിപ്പായി മാറും? നമ്മുടെ ഓരോ ശ്വാസവും നിലയ്ക്കുന്ന തരത്തിലുള്ള ഓരോ നീക്കങ്ങൾ CJPയുടെ ഭാഗത്തു നിന്നും വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതൊരു തുടക്കം മാത്രമാണെന്ന് നിങ്ങൾ കരുതിക്കണം. കാരണം ഇനി അങ്ങോട്ട് CJP പലതും കാട്ടിക്കൂട്ടും. കാരണം അവരുടെ പിന്നിൽ വമ്പന്മാരാണ്, നിസ്സാരക്കാരല്ല. ശരിക്കും ഹരികൃഷ്ണൻ, ഇത്തരമൊരു വാർത്ത വരുമ്പോൾ പല പഴയ കാര്യങ്ങളും ഓർമ്മ വരുന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് നോർവേയിൽ ഹെല്ല ലിങ്ക് എന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തക തടഞ്ഞു നിർത്തുന്നു. ഏറ്റവും കൂടുതൽ പ്രസ് ഫ്രീഡമുള്ള നോർവേയിൽ വന്നിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോകുന്നത് എന്നൊക്കെയുള്ള. പിന്നീട് അത് മനസ്സിലായി, അവരുടെ പ്ലാന്റാണ്. അതിന് കൃത്യമായിട്ട് അവിടുത്തെ നോർവേയിലെ ഒരു ചാനലിന് അഭിമുഖം നൽകുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അല്ലേ? അവരുടനെ രാഹുൽ ഗാന്ധിയെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ വളരെ ആകസ്മികമല്ലായിരുന്നു ആ ചോദ്യം. രാഹുൽ ഗാന്ധിയാണ്. അതെ, രാഹുൽ ഗാന്ധി. അപ്പോൾ ശരിക്കും എന്താണ് ഇനി അങ്ങോട്ട് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇനി അങ്ങോട്ട് 2-3 വർഷം CJPയുടെ ഭീഷണി എത്ര വലുതായിരിക്കും? തീർച്ചയായും ഇതൊരു കേവലം ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു പ്രൊജക്റ്റ് അല്ല. ഒരു സഡൻ ഇൻസിഡൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ലീക്കേജിന് പറയാം. കാരണം മറ്റ് കാരണങ്ങളൊന്നുമില്ല. മറ്റെന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അവരത് പിടിച്ചുകൊണ്ട് ഇപ്പോൾ സമരം നടത്തിയേനെ. അവരുടെ ഉദ്ദേശം ഇതൊന്നും ആയിരുന്നില്ല. പക്ഷേ ആ ഉദ്ദേശം വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതിനെ തകർത്തു എന്നതാണ്, മുളയിലെ നുള്ളി എന്നുള്ളതാണ്. ഇനി അവർ നടത്തുന്ന എല്ലാ മൂവ്മെൻറ്റും നമ്മൾ വളരെ ശക്തമായി നിരീക്ഷിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ അവർ മുംബൈയിലേക്ക് സമരവേദി മാറ്റാനുള്ള പദ്ധതിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ, റാഞ്ചിയിൽ JPSCയുടെ പ്രശ്നം നടക്കുന്നുണ്ട്. അതല്ലാതെ ഈ CJPയുടെ തന്നെ റാഞ്ചിയിലെ പ്രശ്നം അവർ ഏറ്റെടുക്കില്ല. കാരണം അത് അവിടെ ഭരിക്കുന്നത് ഈ ഹേമന്ത് സോറൻ ആയതുകൊണ്ട് അവരുടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഉപദ്രവിക്കില്ല. ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസിൻ്റെ ഒരു അലയൻസ് ആണ് അവിടെ ഭരിക്കുന്നത്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ടൊരു പ്രശ്നം ഇപ്പോൾ അങ്ങ് ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ സ്വീഡൻ, ഫിൻലാൻഡ് എന്നൊക്കെ പറയുമ്പോൾ, സ്വീഡൻ, ഫിൻലാൻഡ്, നോർവേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതെല്ലാം വളരെയധികം HDAയിൽ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മാനവ വിഭവശേഷി സൂചികയിൽ വളരെയധികം ഉയർന്ന റാങ്കിലുള്ള രാജ്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു 9 പോയിൻ്റ് മുകളിലാണ്. 10 പോയിന്റിൽ 9 നേടിയെടുത്താണ് ഈ HDA ഇൻഡെക്സിൽ അവർ സ്കോർ ചെയ്തിട്ടുള്ളത്. വളരെയധികം മാനവ വിഭവശേഷി സൂചികയിൽ 1-ാം റാങ്കും 2-ാം റാങ്കും ഒക്കെ ഈ സ്വീഡൻ, ഹംഗറി, ഫിൻലാൻഡ് പോലുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. പക്ഷേ ആ പഴയ സ്കാൻഡിനേവിയ അല്ല ഇപ്പോഴത്തെ സ്കാൻഡിനേവിയ. അത് അറിയണമെങ്കിൽ അവിടുത്തെ തന്നെ ഭരണാധിപന്മാർ, മന്ത്രിമാർ നടത്തിയ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അറിയണം. ഇപ്പോൾ ഫിൻലാൻഡിൽ അവർക്ക് പൊറുതി മുട്ടിയിട്ട് അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഈ ഫിൻലാൻഡിനെ ഒരു പാകിസ്ഥാൻ്റെ പ്രാന്തപ്രദേശമായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് അവിടുത്തെ ഒരു മന്ത്രിയാണ്. അതായത്
പാർക്കുകളിൽ തെരുവോരങ്ങളിലൊക്കെ ഈ നിസ്കരിക്കുന്ന നമ്മൾ നേരത്തെ മൊറോക്കോയുടെ കാര്യം പറഞ്ഞ മൊറോക്കോയിൽ നിന്ന് സ്പെയിനിലേക്ക് നടത്തിയ അധിനിവേശം പോലെ വളരെ ശക്തമായ അധിനിവേശം ഈ കുടിയേറി പാർത്ത ആൾക്കാരാണ് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ ഇപ്പോൾ ഭരിക്കുന്നത്. അപ്പോൾ അവരുടെ ലക്ഷ്യം ഇത്തരം ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിൻ്റെയൊക്കെ പലതിൻ്റെയും ലക്ഷ്യം ഇന്ത്യയുടെ തകർച്ചയാണ് എന്നുള്ളത്. ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത സൗഹാർദ്ദം പുലർത്തുമ്പോഴും ഈ രാജ്യങ്ങളിലെ ഇത്തരം ആൾക്കാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ തകർച്ചയാണ്. കാരണം ഇവരെല്ലാം ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഭീകരവാദ രാജ്യങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ എല്ലാ രാജ്യങ്ങളിലും 3-ാം ലോക രാജ്യങ്ങളിലൊക്കെയും ഇവർ നടത്തുന്ന പല അനധികൃത നീക്കങ്ങളും മദ്രസകൾ കേന്ദ്രീകരിച്ചും മറ്റുമൊക്കെ നടത്തുന്ന പല അനധികൃത നീക്കങ്ങളും ഇപ്പോൾ നമുക്ക് യൂറോപ്പിൽ വളരെ നന്നായി കാണാൻ പറ്റും. അതിൻ്റെ അനുരണനമാണ്, അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് സ്പെയിനിൽ നടന്നത്. അതോടൊപ്പം തന്നെ ജർമ്മനിയിൽ നടന്നത് മറ്റേ നമ്മുടെ പാലസ്തീൻ്റെ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, പഴയ മൂവ്മെൻറ്റ്, യാസർ അറഫാത്തിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്, എല്ലാ ഇൻഡിഫാദ മൂവ്മെൻറ്റ് ജർമ്മനിയിൽ നടന്നു. ജർമ്മനി വളരെ ശക്തമായ എല്ലാ ഇൻഡിഫാദ മൂവ്മെൻറ്റ് നടന്നു. അപ്പം ഇങ്ങനെ നമ്മൾ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ആഴത്തിൽ ഇത്തരം ഭീകരവാദികൾ വേരൂന്നിയിരിക്കുന്നു എന്നുള്ളതാണ്. പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന, ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന, മറ്റ് ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരെല്ലാവരും തന്നെ ഈ മനുഷ്യാവകാശങ്ങളുടെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരുന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. അതിൻ്റെ മറ്റൊരു പ്രകടമായ ഉദാഹരണമാണ് CGP എന്നുള്ളതാണ്. ഇപ്പോൾ ഗ്രേറ്റ തൻബർഗ് എങ്ങനെയാണ് വന്നത്? ഒരു പരിസ്ഥിതി പ്രവർത്തക എന്ന നിലയാണ്. ഗ്രേറ്റ തൻബർഗിന് പല ജൻസി കലാപത്തിൻ്റെ പിന്നിലും പ്രവർത്തിച്ച ആളാണ്. വളരെ പ്രായം കുറഞ്ഞ ആളാണെങ്കിൽ കൂടിയും ഈ ശ്രീലങ്കയിലായിക്കോട്ടെ നേപ്പാളിലായിക്കോട്ടെ അവർ ഓൺ ചെയ്തു. ഈ CGP ഓൺ ചെയ്തിരിക്കുകയാണ്. അവർ കഴിഞ്ഞ ആഴ്ചകളിൽ അവർ CGP ഓൺ ചെയ്തു. അപ്പം സ്വീഡൻ എന്നാണ് അവർ പറഞ്ഞത്. സ്വീഡൻ, അതോടൊപ്പം തന്നെ നോർവേ, ഇപ്പോൾ വേൾഡ് എക്സ്പ്രഷൻ ഫോറം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൗരവ് ദാസിൻ്റെ സംഘടനയുണ്ട്. ഈ സംഘടനയ്ക്കകത്താണ് ഹെല്ലാലിംഗ് ഉള്ളത്. ഹെല്ലാലിംഗ് അവർ രണ്ടുപേരും ഒരേ സംഘടനയ്ക്കകത്തുള്ള പ്രവർത്തകരാണ്, സൗരവ് ദാസും ഈ ലേഡിയും. അപ്പം അങ്ങനെ ഒരു വലിയ മോദിക്ക് നേരെ അതെ ഹെല്ലാലിംഗ് ഇങ്ങനൊരു അത് ആകസ്മികമായിരുന്നു. ഒട്ടും ആകസ്മികമല്ല, വളരെ പ്ലാൻഡ് ആയിട്ടുള്ള. ഇപ്പോൾ വാഷിങ്ടൺ പോസ്റ്റ് റാണ അയൂബ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകർ അതിനകത്ത് ലേഖനം എഴുതിയിരിക്കുകയാണ്. പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ഇപ്പോൾ അൽ ജസീറയൊക്കെ പറയുന്ന അതേ ഭാഷ. അൽ ജസീറയ്ക്ക് വളരെ കൃത്യമായി, അൽ ജസീറ ഇപ്പം നന്നായിട്ട് പണിയിട്ടിട്ടുണ്ട്. PO ജോക്കയിൽ കഴുത്ത് കുത്തിയെടുത്താണ് പാകിസ്ഥാൻ പുറത്ത് കളഞ്ഞത്, അങ്ങോട്ട് പ്രവേശിക്കരുതെന്ന് പറഞ്ഞു. അവരെ പരമാവധി സപ്പോർട്ട് ചെയ്യുന്ന ഖത്തറിന് വലിയ സ്വാധീനമുണ്ട് കേട്ടോ ഇതിനകത്ത്. ഖത്തർ എന്ന് പറയുന്ന രാജ്യം നമ്മൾ ഈ അടുപ്പ് കൂട്ടി ചർച്ചയിൽ ഈ അടുത്ത സമയത്ത് ഞാൻ കേൾക്കുന്നുണ്ട്, ഖത്തറിനെ ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഖത്തർ എത്രയോ നല്ല രാജ്യമാണ്, അതിൻ്റെ പഴയ പ്രതിനിധിയുടെ മരണം തന്നെ നമ്മൾ ദുഃഖാചരണം പോലെ ആഘോഷിച്ച ഒരു രാജ്യമാണ്. ഖത്തർ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു രാജ്യമാണ്. ഖത്തറിനകത്ത് ഈ അൽ ജസീറ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഖത്തർ ഫണ്ട് ചെയ്തുകൊണ്ട് അമേരിക്കയിൽ അടക്കം പല സ്ഥലങ്ങളിലും അവരുടേതായിട്ടുള്ള സ്റ്റുഡൻസിനെ ഇത്തരം മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. വളരെ ശക്തമായ ലോബിങ് US ഒരു രാജ്യമാണ് ഖത്തർ. അപ്പോൾ ഈ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഈ രാജ്യങ്ങൾക്കൊക്കെയും ഇതിനകത്തേക്ക് വലിയ റോളുണ്ട്. അപ്പോൾ ഈ ഇവിടങ്ങളിലൊക്കെ നടത്തുന്ന ഈ മൂവ്മെൻറ്റുകൾ, ആ മൂവ്മെൻറ്റിൻ്റെ ഒരു ബാക്കി പത്രമാണ് നമുക്ക് ഇന്ത്യയിലേക്ക് കാണുന്നത്. അപ്പോൾ അത് നമുക്ക് ഇന്ത്യയിൽ ആ മൂവ്മെൻറ്റിൻ്റെ ഈ അനുരണനം CGP മൂവ്മെൻറ്റ് ഇന്ത്യയിൽ നടക്കുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ പറയുന്നത്, അതായത് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന സൗരവ് ദാസോ അഭിജിത്ത് ദിപ്കെ, അത് ഈ സ്റ്റുഡൻസ് എന്ന് പുറമേ പറയുന്ന പല ആൾക്കാരും പറയുന്നത് ഈ ലീക്കേജിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ അവരോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു? ആർട്ടിക്കിൾ 370 റീഇൻസ്റ്റേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഭാരതത്തിനെ വിഭജിക്കണമെന്ന് പറഞ്ഞ പഴയ ഒരു ഇടതുപക്ഷത്തിൻ്റെയൊക്കെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായി. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു ജന്മം എന്ന് പറഞ്ഞുകൊണ്ട് MVRൻ്റെ ആത്മകഥയുണ്ട്. MVR വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളൊരു കാര്യമുണ്ട്. MVR മാത്രമല്ല, ചരിത്രകാരന്മാരെല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതായത് ഇവർക്കൊരു ഈ സ്വാതന്ത്ര്യത്തിനോടനുബന്ധിച്ച് അവിടുത്തെ ജനറൽ സെക്രട്ടറിമാർ ഇന്ത്യയിൽ മാറുന്നത് തന്നെ എത്രത്തോളം ഇന്ത്യ വിരുദ്ധന്മാരാണ് എന്നവർ പ്രൂവ് ചെയ്തിട്ടാണ്. ഞങ്ങൾ ഇങ്ങനെ അട്ടിമറിക്കാമെന്ന് ഒരാൾ പ്ലാൻ ചെയ്യും, ഭരണകൂടത്തെ ഈ രീതിയിൽ അട്ടിമറിക്കാം, വേറൊരാൾ പ്ലാൻ ചെയ്യും. അതിൻ്റെ ഭാഗമായിരുന്നു ഈ കൽക്കത്ത തിസീസൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ അട്ടിമറിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്യും, വേറൊരാൾ പറയും ഇങ്ങനെ അട്ടിമറിക്കാം. അപ്പോൾ
അട്ടിമറി എത്രത്തോളം ശക്തമാണോ ആ പ്ലാൻ അനുസരിച്ചാണ് ഈ ജനറൽ സെക്രട്ടറിമാർ മാറുന്നത് തന്നെ. ഇവർക്ക് പിന്നീട് മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നത്, ഇവർ നേരത്തെ സ്റ്റാലിനെ പോയി കണ്ടതിന് ശേഷം സ്റ്റാലിൻ്റെ കൂടെ നിർദ്ദേശത്തോടു കൂടി ഇന്ത്യയിൽ സ്റ്റാലിൻ പറഞ്ഞതാണ് ഇവരെടുത്ത് ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് വരും, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ബ്ലൂ പ്രിൻറ്റ് തയ്യാറാക്കിയിട്ട് വന്നാൽ ഇന്ത്യ ആക്രമിക്കാമെന്ന്. പക്ഷേ അത് തയ്യാറാക്കാനുള്ള ഒരു ശേഷി അവർക്കില്ലാത്തതുകൊണ്ട് മാത്രമാണ് ആ പ്രോജക്റ്റ് നടക്കാതെ പോയത്. അതിന് മുന്നേ അവർക്ക് മറ്റൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, അധികാരി തീസിസ് എന്ന് പറഞ്ഞു. ഈ അധികാരി തീസിസിലാണ് ഈ രാജ്യത്തെ 16 ഖണ്ഡങ്ങളായിട്ട് മുറിക്കണം എന്ന് പറഞ്ഞു. ഇന്ത്യ ഒരു പല നാഷണാലിറ്റിയുള്ള പല ദേശീയതകളുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദേശീയതയും കണക്കാക്കി മുറിക്കണം എന്നിവരുടെ പ്ലാനുണ്ട്. അതൊന്നും നടന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് ഈ തുക്കടെ ഗ്യാങ് ഇതിനകത്തേക്ക് പ്രവർത്തിക്കുന്നത്. അഫ്സൽ ജർമിന്ദ ഹെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഫ്സൽ ഗുരുവിനെയൊക്കെ പാടിപ്പോഴുന്നത്. ഈ ഡൽഹി കലാപത്തിനടുത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേര് നമുക്കറിയാം, ഉമർ ഖാലിദിൻ്റെയും ഷർജിൽ ഇമാമിൻ്റെയാണ് ഡൽഹി കലാപത്തിൻ്റെ. അപ്പോൾ ഇങ്ങനെ പല ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് ഏറ്റവും അവസാനം ചെല്ലുന്നു നിൽക്കുന്നത് ഭീകരവാദികൾ നടത്തുന്ന ആവശ്യങ്ങളിലേക്കാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾക്കകത്തും അമേരിക്കക്കകത്തും ഒക്കെ നടത്തുന്ന മൂവ്മെൻറ്റ്. ഈ റാണ അയ്യൂബ് ലേഖനം എഴുതിയിരിക്കുന്നത് നഗ്നപാതരായിട്ട് ഈ CJPയുടെ വിദ്യാർത്ഥികൾ വരികയും വളരെ സമാധാനമായ പ്രൊട്ടസ്റ്റിനെ ഇന്ത്യ അതിക്രൂരമായിട്ട് അടിച്ചമർത്തുകയുമായിരുന്നു എന്നതാണ്. നമ്മൾ ഈ ടിയാമൻ സ്ക്വയറിൽ നടത്തിയ ആക്രമണത്തെ പോലെ എന്നുള്ള രീതിയിൽ അത് ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഇവർ എഴുതിയിരിക്കുന്നത് തോന്നുന്നു. ആരൊക്കെയാണ് ഇത് വായിക്കുന്നത് എന്നുള്ളതാണ്. ഈ വാഷിങ്ടൺ പോസ്റ്റ് നിഷ്പക്ഷമാണ് എന്ന് വിചാരിച്ചിട്ട് വളരെ ശക്തമായ ഇന്ത്യ വിരുദ്ധ പൊളിറ്റിക്സ് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പം ഇങ്ങനെ ഇവർ ഈ പല രാജ്യത്തിനകത്ത്, നമ്മുടെ ഇവിടെ ഉണ്ട് ഒരു താടി വളർത്തിയ കക്ഷി രാജഗോപാൽ എന്ന്, ടെലിഗ്രാഫ് സ്ഥിരമായി നമ്മൾ കണ്ടാത്ത നമ്മൾ ഇയാൾ വലിയ ബുദ്ധിജീവിയാണ്, വളരെ മൈൽഡായിട്ടാണ് ടെലിഗ്രാഫിനെ കുറച്ച് നാൾക്ക് മുന്നേ വായിക്കുമ്പോഴത്തേക്കും അങ്ങനെ മോദിക്കെതിരെയോ അല്ലെങ്കിൽ BJPക്കെതിരെയോ വളരെ ശക്തമായ വളരെ മൈൽഡായിട്ട് നിഷ്പക്ഷമാണെന്നുള്ള രീതിയിലാണ് ടെലിഗ്രാഫ് ഇങ്ങനെ ഓരോ കട്ടയും മുകളിലേക്ക് പൊന്തിച്ച്. ഇപ്പോൾ ടെലിഗ്രാഫിൻ്റെ ഭാഷ തന്നെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. എങ്ങനെയാണോ ഭീകരവാദികൾ പറയുന്ന ഭാഷ, ജിഹാദികൾ പറയുന്ന ഭാഷ, ആ ഭാഷയിലേക്ക് ടെലിഗ്രാഫിൻ്റെ പല ലേഖനങ്ങളും മാറിക്കഴിഞ്ഞു. ഇതേപോലെയുള്ള ആൾക്കാരെ വിലക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഇത്തരം ആൾക്കാർ. വളരെ സസൂക്ഷ്മം ഇന്ത്യക്കകത്തുള്ള പത്രങ്ങൾ, മാധ്യമങ്ങൾ, മലയാളത്തിലെ മാധ്യമങ്ങൾ ലോകവ്യാപകമായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് വലിയ ജനാധിപത്യത്തിൻ്റെ കരഘോഷമാണ്, ജനാധിപത്യത്തിൻ്റെ ശബ്ദമായിട്ടാണ് ഇത്തരം മാധ്യമങ്ങളെ കാണുന്നത്. ഇപ്പോൾ അൽ ജസീറ വളരെ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. അൽ ജസീറയിലൊക്കെ ചില റിപ്പോർട്ടുകൾ നമ്മൾ കാണുമ്പോൾ എന്താ ഒരു ലോജിക്കും ഇല്ല. അത് വളരെ ബ്ലൈൻഡായിട്ട് ഭീകരവാദത്തെ അനുകൂലിക്കുന്ന പല റിപ്പോർട്ടുകളും. ഇത് ഈ രീതിയിൽ ഈ നമ്മളെ എന്താ പറയുക, ഈ ഹൈലൈറ്റിംഗ് പോലുള്ള, അതായത് ഒരു പ്രത്യേക തരത്തിലൊരു പൊളിറ്റിക്കൽ സെൻസ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം നമ്മൾ ഹിറ്റ്ലറൊക്കെ ചെയ്തതുപോലെ ഈ ആ രീതിയിൽ ഈ കഥകളെ, കള്ളത്തരങ്ങളെ നമ്മൾ സത്യമാക്കുന്ന രീതിയിൽ കഥകൾ മെനഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ഹൈപ്പ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേക പൊളിറ്റിക്കൽ ഒരു പേരുണ്ട്. ഞാനത് പെട്ടെന്ന് എനിക്ക് ഓർക്കുന്നില്ല. അതായത് ഒരു മാധ്യമ ഭാഷയുണ്ട്, ഞാനത് പെട്ടെന്ന് മറന്നുപോയി. വളരെ പ്രൊപ്പഗണ്ട, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊപ്പഗണ്ടയാണ്. നമ്മളത് സത്യമെന്ന രീതിയിൽ വളരെ ബൗദ്ധികമായ ഭീകരവാദമാണ്, ഒരു ഇൻ്റലക്ച്വൽ ടെററിസമാണ് അവർ നടത്തുന്നത്. ആ ഇൻ്റലക്ച്വൽ ടെററിസത്തെ ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ ജിഹാദ് പോലെ വളരെ പ്ലാൻഡായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ, ഇപ്പോൾ US-ന് ഇന്ത്യയിൽ കണ്ണുണ്ട്, ഇപ്പം ചൈനയ്ക്ക് കണ്ണുണ്ട്. അപ്പോൾ അവർക്കും പല ആവശ്യമാണ്. ഇപ്പം FCRA ഇന്നും അവരുടെ ഭാഗത്ത് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. FCRAയുമായിട്ട് ബന്ധപ്പെട്ട് FCRA ഈ രീതിയിൽ കൊണ്ടുവന്നത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു പലരുടെയും കഞ്ഞുകൂടി മുട്ടിയിരിക്കുകയാണ്. ഇപ്പം എൻ്റെ അറിവിൽ തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ട് കുറേ അധികം സ്ഥാപനങ്ങൾ ഇപ്പോഴും പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കമ്പനികൾ രൂപീകരിച്ചുകൊണ്ട് ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പല കമ്പനി, ചില പാസ്റ്റേഴ്സിന് ഇതിനകത്ത് ഭയങ്കര ശക്തമായി കോയമ്പത്തൂരിലൊക്കെ അത്തരം, നമ്മുടെ നാഗർകോവിൽ കേന്ദ്രീകരിച്ച് ഒരുപാട് പാസ്റ്റേഴ്സ്, ഇവാഞ്ചലിസ്റ്റുകൾ ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. ഇവാഞ്ചലിസ്റ്റിൻ്റെ വലിയ പോളിസികൾക്ക് വലിയ തടസ്സമാണ് ഉണ്ടായത്. മോദി സർക്കാർ വന്നതിന് ശേഷം ഇവരെ നട്ടലൊടിക്കായിരുന്നു. ആദ്യം തന്നെ റൗണ്ട് ട്രിപ്പിങ്ങിനെ ഇവരെ എടുത്ത് ദൂരെ കളഞ്ഞു. ഇന്ത്യയും ഇത് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻ്റ് ഉണ്ട്, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻ്റ് എടുത്ത് വിളയെ കളഞ്ഞു. അതിനുശേഷമാണ് FCRAയുടെ അടി കൂടെ കിട്ടിയപ്പോഴാണ് അവർ നല്ല രീതിയിൽ പണി വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ സെപ്പറേറ്റ് ചെയ്യാവുന്ന പ്രോജക്റ്റ്, ഇങ്ങോട്ട് മറ്റ് രീതിയിലുള്ള ഭീകരവാദം നടത്തേണ്ട ഈ പ്രോജക്റ്റ്, ഇങ്ങനെ പല പ്രോജക്റ്റുകൾ ഇങ്ങനെ തടസ്സം നേരിട്ടിരിക്കുകയാണ്. വളരെ ജാഗ്രതയോടുകൂടി ഇതിലേക്ക് ഇങ്ങനെ CJP കാന്തം പോലെ അതാണ് CJP അതെ ഒരു ഈ ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ ഈ സ്കാൻഡിനേവിയൻ അത് അവരുടെ ഒരു സൃഷ്ടിയാണ്, അവരുടെ ഒരു രൂപം. അതിൻ്റെ പുറകിൽ നടക്കുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ, ഇവർ ചുണ്ടനക്കിയാൽ മാത്രം മതി, യഥാർത്ഥ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ പുറകെ ആണ്. പപ്പറ്റുകളാണ്. അതെ.
അവർ നമ്മൾ ഈ ചില നടന്മാർ ഇവിടുന്ന് കർണാടകത്തിലോ തെലുങ്കിലോ ഒക്കെ അഭിനയിക്കാൻ പോകുമ്പം ഈ പറയുമല്ലോ, നിങ്ങൾ ഇങ്ങനെ 1 2 3 1 2 3 പറഞ്ഞാൽ മതി പല വികാരത്തിൽ എന്ന് പറയും പോലെ 1 2 3 1 2 3 1 2 3 എന്നൊക്കെ പറയും പോലെ ചിരിച്ചുകൊണ്ട് 1 2 3 പറയും, കരഞ്ഞുകൊണ്ട് 1 2 3 പറയും, ബാക്കി ഡബ്ബിങ് അവർ ചെയ്തോളും. ഇതാണ് അവരുടെ ഒരു മൂവ്മെൻറ്റ്. വളരെ ശക്തമായ ഗൂഢാലോചനയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. പാകിസ്ഥാൻ്റെ നട്ടലൊടിഞ്ഞ് നിൽക്കുകയാണ്. അന്ന് അവർക്ക് നന്നായിട്ട് അറിയാം പാകിസ്ഥാൻ ഇനി ഒന്നൊരു ശ്രമം നടത്തിയാൽ തന്നെ ഇപ്പോൾ അവരുടെ കയ്യിലുള്ള സാധനങ്ങളുടെയൊക്കെ എക്സിബിഷനാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചൈന കൊടുക്കും, ഇവിടെ അതിർത്തി കൊണ്ടൊന്ന് വിന്യസിച്ച് കാണിക്കും, നമ്മൾ നല്ല മറുപടി തിരിച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മൾ നല്ല സാധനങ്ങൾ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അത് വന്നിട്ട് അവരെ വാർഹെഡ്സ് കിരാന കുന്നുകളിൽ സൂക്ഷിച്ചിരുന്ന സംഭവമെല്ലാം ഇന്ത്യ അടിച്ചു കളഞ്ഞു, എല്ലാം തീർന്നു. ക്രൂയിസ് മിസൈൽ വെച്ച് അടിച്ചു കളഞ്ഞു. അപ്പോൾ ഇനി അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അറിയാം. മറ്റ് പല ആൾക്കാരെ ഇന്ത്യക്കകത്തുനിന്ന് തന്നെ നീക്കം നടത്തുവാൻ വേണ്ടി. പക്ഷേ അത് പൊളിയും. അപ്പോൾ ഈ CJPയുടെ ലക്ഷ്യം നമ്മൾ വിചാരിച്ച CJP എന്ന് പറഞ്ഞാൽ അത് ഈ ജന്തർ മന്ദറിന് ചുറ്റും അത് മുംബൈയിലോട്ടൊക്കെ മാത്രമേ വ്യാപിക്കുകയുള്ളൂ. ഇപ്പോൾ ഡൽഹിയിൽ മാത്രമാണ് വ്യാപിച്ചിരുന്നത്. പക്ഷേ അവിടെ ഇതൊരു വെറും നീറ്റ് ക്രമക്കേട് എന്ന് പറഞ്ഞത് അവരെ കയ്യിൽ കിട്ടിയൊരു ചാൻസ് ആയിരുന്നു. ഇവർ ഇതുവഴി ഒരു വലിയൊരു രാജ്യത്ത് വലിയൊരു അസ്ഥിരതയ്ക്ക് വഴി തുറക്കാനായിട്ട് ഈ അന്തർദേശീയ മാഫിയ ടീമുകൾ ഉണ്ടാക്കി വെച്ചൊരു ചെറിയൊരു ടൂളാണ് ഈ CJP എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. അവർ രാജ്യം മൊത്തം ഒരു സന്ദർശനം നടത്താൻ വേണ്ടിയിട്ടൊരു പദ്ധതി ഇടുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. രാജ്യത്തെ മുഴുവൻ യുവാക്കൾക്കിടയിലേക്കും ഇറങ്ങി ചെല്ലുവാൻ വേണ്ടിയിട്ട്. അത് കണക്കുകൂട്ടിയിട്ടാണ് മോദി നല്ല പണി തന്നെ. അതായത് യുവാക്കൾ ഏറ്റവും കൂടുതലുള്ള ഇൻസ്റ്റാഗ്രാമിലേക്ക് മോദിയുടെ കടന്നുവരവ് വെറുതെ അല്ലല്ലോ. 106 മില്യണിലേക്ക് മാറി, 1,60,00,000 മാറി. അപ്പം അങ്ങനെ ഈ രീതിയിൽ കണക്ക് 1,06,00,000 106 മില്യൺ 1,06,00,000 6 ലക്ഷത്തിലേ മാറി. ഇനി കുതിച്ചു കയറും. വളരെ പ്ലാൻഡ് ആയിട്ട് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് മാധ്യമങ്ങളെ ഉപയോഗിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. മോദിക്ക് ഇവരുടെ പ്ലാനിനെ കുറിച്ച് ശക്തമായി അറിയാമെന്നുള്ളത് കൊണ്ടാണ് മോദി വാർത്താ സമ്മേളനങ്ങൾ തന്നെ പലരെയും ഇപ്പോൾ കരൺ താപ്പറിനെയൊക്കെ ഒഴിവാക്കിയതും ഇവരെയൊക്കെ ഒഴിവാക്കിയതിൻ്റെ പിന്നിൽ വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇവരെന്താണ് എന്ന് മോദിക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ പ്രഭാതം വന്നെടുക്കുന്നതിന് മുന്നേ ഇരുളിന് ശക്തി കൂടും എന്ന് പറയും പോലെ ഇത്തരം ആൾക്കാർ എങ്ങനെയാണ് വന്ന് കയറുന്നതെന്ന് വളരെ കൃത്യമായിട്ട് മോദിക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണ് മോദിയുടേതായ മാധ്യമങ്ങളുണ്ട്. അദ്ദേഹം ഈ മാധ്യമങ്ങൾ താലോലിച്ച് വളർത്തിയ ആളൊന്നുമല്ലല്ലോ. 2002 മുതൽ നിരന്തരമായ ആക്രമണങ്ങൾ നേരിടുന്ന വ്യക്തിയല്ലേ. ആ ആക്രമണങ്ങളിൽ നിന്ന് ഗുജറാത്തിൽ തുടങ്ങി അവർ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആക്രമണങ്ങളിൽ നിന്ന് അദ്ദേഹം സ്വയം തന്നെയാണ് അതിനെ പരിഷ്കരിച്ചു കൊണ്ടുവന്നത്. ആ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് തന്നെ ഈ കല്ലുകളെ തന്നെ പുഷ്പങ്ങളാക്കി മാറ്റും എന്ന് പറഞ്ഞതുപോലത്തെ വ്യക്തിത്വമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജൻസികളെ എങ്ങനെയാണത് ട്രീറ്റ് ചെയ്യേണ്ടതെന്നും ഏതൊക്കെ രീതിയിലാണ് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്നും വളരെ കൃത്യമായി അറിയാം. പല ആൾക്കാരും ഇപ്പോൾ സങ്കടം കൊണ്ട് ഇപ്പോൾ ഹായ് ഫ്രണ്ട്സ് എന്ന കാര്യത്തെ ഇവരെല്ലാവരും കളിയാക്കിയിട്ടുണ്ട്. എല്ലാവരും അഭിജിത്ത് ദീപ്കയും സൗരഭ് ദാസും അടക്കമുള്ള എല്ലാ ആൾക്കാരും, ഈ നമ്മുടെ ഇവിടുത്തെ ജാൻമണി പോലുള്ള ആൾക്കാർ മാത്രമല്ല, എല്ലാ ആൾക്കാരും കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ അത് അവരിലൂടെ അത് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. ചായ്വാല എന്ന് മുമ്പ് മോദിയെ വിളിച്ചതുപോലെ ഓരോ ആൾക്കാരും മനസ്സിലേക്ക് ആ ചായ്വാല രജിസ്റ്റർ ചെയ്യപ്പെട്ടതുപോലെ ഈ കാര്യങ്ങളെ തന്നെ രജിസ്റ്റർ ചെയ്യുകയാണ്. ഇവർ പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇത്തരമൊരു ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ അത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ചില ബുദ്ധിയുള്ളവർക്ക് മാത്രം അന്താരാഷ്ട്ര തലത്തിൽ ചില നേതാക്കൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളുമുണ്ട്. കാത്തിരുന്ന് കാണാം CJP ഏതറ്റം വരെ പോകും എന്ന്. നമുക്ക് നോക്കിയിരുന്ന്